നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജി കഴിഞ്ഞ ദിവസം 1.14% ഉയർന്ന് 6854 ക്ലോസിംഗ് നൽകി. 41,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 114, ഡിവിഡൻഡ് ഈൽഡ് 0.04%. 52 വീക്ക് ഹൈ 6,929, 52 വീക്ക് ലോ 2,581. സ്റ്റോക്ക് ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകി. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 5%, ഒരു മാസം കൊണ്ട് 16% റിട്ടേണുമാണ് ഡിക്സൺ ടെക്നോളജി നൽകിയത്. ഡിക്സൺ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് ഡിക്സൺ ടെക്നോളജി ഡെറാഡൂണിൽ, അതായത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പുതിയൊരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിച്ചു എന്ന അപ്ഡേറ്റ്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 24 ലക്ഷം വാഷിംഗ് മെഷീൻ പെർ ആനം എന്ന റേറ്റിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റാണ് ഡിക്സൺ ടെക്നോളജി ഡെറാഡൂണിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ വരും ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2,400 രൂപയുടെ സെയിൽസ് ആയിരുന്നു 2022 ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും സെയിൽസ് 4,800 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 111 കോടിയിൽ നിന്നും 184 കോടിയിലേക്കും, നെറ്റ് പ്രോഫിറ്റ് 52 കോടിയിൽ നിന്നും 97 കോടിയിലേക്കും കമ്പനി മെച്ചപ്പെടുത്തി. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 40%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 29%, ROE 23%. പ്രൊമോട്ടേഴ്സിന് 33.6%, FISന് 17.4%, DASന് 26.3%, പബ്ലിക്കിന് 22.5% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് 5,800-6,000 റേഞ്ചിൽ ബ്രേക്കൗട്ട് നൽകുകയും ചെയ്തു. സ്റ്റോക്ക് ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 6,867 ട്രേഡ് ചെയ്യുന്നു. പൊസിഷണൽ പോയിന്റ് ഓഫ് വ്യൂ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് ചിലപ്പോൾ 3,000 പോയിന്റ് വരെ അപ്സൈഡ് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് NTPC കഴിഞ്ഞ ദിവസം 0.7% ഇടിഞ്ഞ് 336 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 348. NTPC 3.27 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. വാല്യൂഷൻ 16.75, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് അനുകൂലമായ രീതിയിൽ 2.23% ഡിവിഡൻഡ് ഈൽഡും മെയിൻറ്റെയിൻ ചെയ്യുന്നു. NTPCയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, NTPCയുടെ ആദ്യ സോളാർ ഫോട്ടോ വോൾട്ടായിക് പവർ പ്രോജക്റ്റ് ബിക്കാനേറിൽ കമ്പനി കമ്മീഷൻ ചെയ്തു എന്ന അപ്ഡേറ്റാണ്. 70 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോ വോൾട്ടായിക് പവർ പ്രോജക്റ്റാണ് കമ്പനി കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്തത്. ഇതുവഴി NTPCയുടെ ടോട്ടൽ പവർ കപ്പാസിറ്റി 73,958 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. ഇതിൽ തന്നെ റിന്യൂവബിൾ എനർജിയുടെ കോൺട്രിബ്യൂഷൻ 3,448 മെഗാവാട്ടാണ്. ഇതുകൂടാതെ കമ്പനിക്ക് 17 പ്രോജക്റ്റുകൾ എക്സിക്യൂഷൻ ഫേസിലുണ്ട്. 6,000 മെഗാവാട്ട് ശേഷിയുള്ള പ്രോജക്റ്റുകളാണ് എക്സിക്യൂഷൻ ഫേസിലുള്ളത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ NTPC എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. റീസെൻ്റ്ലി കമ്മീഷൻ ചെയ്ത 70 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റിൻ്റെ ഫുൾ കപ്പാസിറ്റി 180 മെഗാവാട്ടാണ്. വരും ദിവസങ്ങളിൽ ട്രെഞ്ച് വേസ് അപ്ഡേഷനോടുകൂടി 180 മെഗാവാട്ട് എന്ന കപ്പാസിറ്റി കമ്പനിക്ക് അക്വയർ ചെയ്യാനും സാധിക്കും. ഈ പ്രോജക്റ്റ് വഴി 370 മില്യൺ യൂണിറ്റ് എനർജി പെർ ഇയർ എന്ന റേറ്റിലാണ് പ്രൊഡക്ഷൻ നടക്കുക. ഏകദേശം 60,000 ഹൗസ് ഹോൾഡുകൾക്കാവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിന്യൂവബിൾ എനർജി പ്രോജക്റ്റാണ് NTPC ആരംഭിച്ചിരിക്കുന്നത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. NTPCയെ സംബന്ധിച്ചിടത്തോളം 330 പ്രധാന സപ്പോർട്ടും 345 റെസിസ്റ്റൻസുമാണ്. 350 അടുത്ത റെസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തെ സ്റ്റോക്ക് അശോക് ലേലാൻഡ് കഴിഞ്ഞ ദിവസം 0.5% ഉയർന്ന് 173 രൂപ 90 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 21.66, ഡിവിഡൻഡ് ഈൽഡ് 1.5%. 52 വീക്ക് ഹൈ 191, 52 വീക്ക് ലോ 133. അശോക് ലേലാൻഡ് 25 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് TVS ട്രക്ക് ആൻഡ് ബസ് ബിസിനസ്സിൽ നടത്തിയെന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതുവഴി TVS ട്രക്ക് ആൻഡ് ബസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49.9% സ്റ്റേക്ക് അശോക് ലേലാൻഡ് അക്വയർ ചെയ്യുകയും ചെയ്തു. TVS
ട്രക്ക് ആൻഡ് ബസ് പ്രൈവറ്റ് ലിമിറ്റഡ് അശോക് ലെയ്ലാൻഡിൻ്റെയും ടി വി എസ് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. ഈ കമ്പനിയിൽ ടി വി എസ് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിന് 50.1%, അശോക് ലെയ്ലാൻഡിന് 49.9% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ടിലും അശോക് ലെയ്ലാൻഡ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കമ്പനിയുടെ പ്രോഫിറ്റ് 357 കോടിയിൽ നിന്നും 580 കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. CNBC TV18 ഫോൾ പ്രകാരം 541 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പ്രോഫിറ്റ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ റവന്യൂ 2.7% വർദ്ധിച്ച് 9,030 കോടിയിൽ നിന്നും 9,273 കോടിയിലേക്ക് എത്തി. എബിറ്റ 12% വർദ്ധിച്ച് 797 കോടിയിൽ നിന്നും 1,114 കോടിയിലേക്ക് എത്തുകയും ഡബിൾ ഡിജിറ്റ് എബിറ്റ ഗ്രോത്ത് കമ്പനി അക്വയർ ചെയ്യുകയും ചെയ്തു. 170 രൂപയുടെ സപ്പോർട്ടും 190 രൂപയുടെ റെസിസ്റ്റൻസുമാണ് അശോക് ലെയ്ലാൻഡിനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്